വായിക്കുക എന്നുള്ളത് അതൊരു ചടങ്ങായി നമ്മുടെ നാട്ടിലെ മുഴുവൻ ആൾക്കാരും ഏറ്റെടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഞാൻ എല്ലാ വർഷവും, ഞാൻ ഇന്നും ആരംഭിച്ചു രാമായണം വായിക്കാൻ. എല്ലാ ആൾക്കാരും വായിക്കണം. ജാതി മതഭേദമന്യേ വായിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് രാമായണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ അതൊരു ഭക്തി മാർഗം മാത്രമല്ല, അത് പിന്നെ ഭാഷയ്ക്ക് നമുക്ക് കൂടുതൽ ശക്തി പകരാൻ പറ്റുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് ഈ രാമായണം എന്നത്. ഇപ്പോഴത്തെ പിന്നെ പുതിയ തലമുറയ്ക്ക് ഈ മലയാളത്തോട് ചെറിയൊരു ഒരു പ്രതിഭക്തി കുറവുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പഴയ തലമുറയിലുള്ള മാതാപിതാക്കൾ ഈ ഒരു മാസത്തിൽ രാമായണം ഭക്തി ഉണ്ടെങ്കിലും ഭക്തി ഇല്ലെങ്കിലും അത് വായിക്കണം. നമ്മുടെ ഭാഷാ സമ്പത്ത് കുറച്ചുകൂടി ശക്തമാക്കാൻ ഏറ്റവും വളരെ പ്രയോജനകരമാകും ഈ രാമായണ പാരായണം എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 30 ദിവസവും കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക. അഥവാ കുട്ടികൾക്ക് ഇപ്പം മലയാളം വായിക്കാൻ അറിയാത്ത കുട്ടികൾ വരെയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം അങ്ങനെ ഉള്ള കുട്ടികളെ അറിയുന്ന വീട്ടിലെ അമ്മമാർ, അച്ഛന്മാർ ഈ രാമായണം ഒന്ന് വായിച്ച് കേൾപ്പിക്കുക. അതിലെ ഭാഷാ സൗന്ദര്യം, അതിലെ ഭക്തി, ഈ ലോകത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഏത് കാലഘട്ടത്തിലും ഉള്ള കാര്യങ്ങളും അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. നമുക്കത് വലിയൊരു ഉന്മേഷം നൽകുന്ന ഒരു സംഭവമാണ്. ഞാൻ എല്ലാ വർഷവും 30 ദിവസം കൊണ്ട് രാമായണം ഓരോ ദിവസവും കുറച്ചായിട്ട് വായിക്കാറുണ്ട്. ഇന്ന് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുഴുവൻ ആൾക്കാരും പിന്നെ രാമായണം ജാതി മതഭേദമന്യേ വായിക്കേണ്ട ഒരു സാധനമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ